പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ജിനി ജിജോയ് അവതരിപ്പിച്ചു. 7,48 ലക്ഷം രൂപയുടെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണം, വനിതാ ശിശു വികസനം, ആരോഗ്യരംഗം, കർഷകക്ഷേമം എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റിനാണ് അംഗീകാരം ലഭിച്ചത്. പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 7,48 ലക്ഷം രൂപ വരവും 7,28 ലക്ഷം രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ജിനി ജിജോയ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെവിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. ഭവനരഹിതർക്കുള്ള ഭവന നിർമ്മാണത്തിനായി 2,40 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡിയായി 20 ലക്ഷം രൂപയും വനിതാ സ്വയം തൊഴിൽ പദ്ധതികൾക്ക് 16 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. കാക്കൂർ കാളവയൽ കാർഷിക മേളയ്ക്കും കാർഷിക സെമിനാറുകൾക്കുമായി 2 ലക്ഷം രൂപ മാറ്റിവെച്ചു. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള വിജയബേരി സ്കോളർഷിപ്പിന് 10 ലക്ഷം രൂപയും ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പിന് 16 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലിയേറ്റീവ് വയോജന ക്ഷേമ പദ്ധതികൾക്ക് 22 ലക്ഷം രൂപയും വനിതാ ശിശു വികസനത്തിനായി 42 ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്കായി 1,06 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന സമഗ്ര വികസന ലക്ഷ്യത്തോടെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് പ്രസിഡന്റ് നെവിൻ ജോർജും വൈസ് പ്രസിഡന്റ് ജിനി ജിജോയും അറിയിച്ചു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണനിർവഹണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായ ആരോഗ്യ മേഖലയുടെ വിപുലമായ വികസനം, പാർപ്പിടം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകീകരണം, കാർഷിക മേഖലയുടെ നവീകരണം, മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, കുടിവെള്ള വിതരണ ജലസേചന പദ്ധതികൾ, കുളങ്ങളുടെ പുനരുദ്ധാരണം, ക്ഷീര മേഖലയുടെ വികസനം, വയോജന വനിതാ ശിശുക്ഷേമ പ്രവർത്തനങ്ങൾ, ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മികച്ച പ്രവർത്തനങ്ങൾ, കായിക മേഖലയുടെ അഭിവൃദ്ധി ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ, ഇവയിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ നാടിന്റെ സർവ്വതോന്മുഖമായ വികസനം നേടിയെടുക്കുക എന്നതാണ് ഈ ബഡ്ജറ്റിൽ ലക്ഷ്യം വെക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീല ബാബു, ജോൺസൺ കെ വർഗീസ്, കെ ജി ഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കുഞ്ഞുമോൻ ഫിലിപ്പ്, ജേക്കബ് ഫിലിപ്പ്, ജെസി ചാക്കോ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജിജോ കെ മാണി, മോഹൻദാസ് വി കെ, ജബോയി മർക്കോസ്, ആന്റോ അഗസ്റ്റിൻ, ദീപ എബി, സ്മിത എൽദോസ്, സ്നോബി ജോർജ്, ജിൻസി സജിമോൻ, മിനിമോൾ ജേക്കബ്, ജോയിൻ ബിഡിഒ ഷാനി ടി ജെ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാവർക്കും സുരക്ഷിതവും കെട്ടുറപ്പുള്ളതുമായ ഭവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിക്ക് ഈ ബഡ്ജറ്റിൽ വലിയ പ്രാധാന്യം നൽകുന്നു. കൃഷിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു മേഖല കൂടിയാണ് നമ്മുടേത്. അതിനാൽ കാർഷിക മേഖലയുടെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ്. ആരോഗ്യ മേഖലയുടെ ഉന്നതിക്കും വിദ്യാഭ്യാസ കായിക മേഖലയുടെ പുരോഗതിക്കും ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വയോജനങ്ങൾക്കും വനിതകൾക്കും ശിശുക്കൾക്കും പാലിയേറ്റീവ് മേഖലയ്ക്കും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള പ്രദേശങ്ങളുടെ സമഗ്രമായ വികസനത്തിനും എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കുന്നതിനും പരിഗണന നൽകിക്കൊണ്ട് 2026-27 വർഷത്തെ ബഡ്ജറ്റ് സമർപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,